ഹായ് ഹലോ പ്രൈസ് ദി ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനുഷ്യർക്ക് എല്ലാവർക്കും കുറവുണ്ട്, അവരുടേതായ പരിമിതികളുണ്ട്. അതിന് കാരണം എന്താണെന്നറിയോ? അതിന് കാരണം മനുഷ്യനെ ദൈവം മണ്ണ് കൊണ്ടാണ് സൃഷ്ടിച്ചത്. മണ്ണിന് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരിടത്ത് കുറച്ച് മണ്ണ് വെറുതെ കിടക്കുവാണെങ്കിൽ അതിങ്ങനെ കിടക്കത്തേ ഉള്ളൂ. പക്ഷെ നമ്മൾ ആ മണ്ണിന് മുകളിൽ ഒരു ചെടി നടുവാണെങ്കിൽ, അതിന് വെള്ളം കോരുവാണെങ്കിൽ പതിയെ പതിയെ ആ ചെടി ആ മണ്ണിൻ്റെ അടിയിലേക്ക് വേരിറങ്ങി വളരും. വളർന്നിട്ട് നല്ല ഫലവും നല്ല പൂവും നല്ല കായും ഒക്കെ തരും. മണ്ണ് കൊണ്ടുണ്ടാക്കിയത് കൊണ്ട് തന്നെ മണ്ണിൻ്റെ സ്വഭാവമാണ് മനുഷ്യന് തനിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മനുഷ്യൻ വെറുതെ സ്വന്തമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ മനുഷ്യന് വളരാൻ പറ്റത്തില്ല, ഫലം കായ്ക്കാൻ പറ്റത്തില്ല. അവിടെയാണ് നമുക്ക് എല്ലാവർക്കും കർത്താവിൻ്റെ സാന്നിധ്യം ആവശ്യം, കർത്താവിൻ്റെ കൃപ ആവശ്യം, കർത്താവിൻ്റെ പാമ്പറിങ് ആവശ്യം. നമ്മൾ മണ്ണാകുന്ന നമ്മളെ കർത്താവിന് വേണ്ട വിധത്തിൽ, അല്ലെങ്കിൽ മനുഷ്യർക്ക് പ്രയോജനമുള്ളതുപോലെ, കുടുംബങ്ങൾക്ക് പ്രയോജനമുള്ളതുപോലെ, ജോലി ചെയ്യുന്നിടത്ത് പ്രയോജനമുള്ളതുപോലെ ആക്കി മാറ്റുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയാണ്. കർത്താവ് നമ്മളെ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് വെറുതെ ഒരു പ്രതിമയായിട്ട് വച്ചിരിക്കുവല്ല. കർത്താവിൻ്റെ ജീവശ്വാസം നമ്മളിന്മേൽ ഊതി. ഹല്ലേലൂയ. കർത്താവിൻ്റെ ശ്വാസം എപ്പോൾ മനുഷ്യൻ്റെ മൂക്കിലൂടെ അകത്തേക്ക് വന്നുവോ അവിടെയാണ് മനുഷ്യനായതും എഴുന്നേറ്റ് നിന്നതും. ഹല്ലേലൂയ. നമ്മുടെ എല്ലാം ജീവിതത്തിൽ യേശു കർത്താവ് ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും ശൂന്യമായ വെറും പാഴ്മണ്ണായ ഒരു രൂപം മാത്രമായിരിക്കും. പക്ഷേ ദ മൊമെന്റ് ജീസസ് കം ടു യുവർ ലൈഫ്, അവിടെയാണ് ശരിക്കും ഒരു മനുഷ്യൻ്റെ ജീവിതം തുടങ്ങുന്നത്. കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വരേണ്ടത് അത് മാത്രമാണ് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ആവശ്യം. കർത്താവ് ഉണ്ടെങ്കിൽ നമുക്കെല്ലാം ഉണ്ട്. നമ്മൾ ഈ കാണുന്ന രീതിയിൽ നമ്മളെ ആക്കി വച്ചത് ദൈവത്തിൻ്റെ കൃപയാണ്. കർത്താവ് യേശുവിൻ്റെ കൃപ മാത്രമാണ്. ആ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വരേണ്ടതിന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലെസ് യു.